ഹായ്, ഇത് കണ്ട ബോണസ്. ഇൻസ്റ്റഗ്രാമിൽ ബോണസിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഫേസ്ബുക്കിലൊക്കെ ലഭിക്കുന്ന രീതിയിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ, അതായത് പെർഫോമൻസ് ബോണസ് പ്രോഗ്രാം നിലവിൽ ഇൻസ്റ്റഗ്രാമിലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ലഭിച്ചിരിക്കുന്ന 3-4 അക്കൗണ്ടിൽ, എൻ്റെ ഇൻസ്റ്റഗ്രാം 3-4 അക്കൗണ്ട് ഉണ്ട്, എല്ലാത്തിലും ലഭിച്ചിട്ടുണ്ട് ഏറെക്കുറെ. പക്ഷെ ഒന്നും നമുക്ക് ഇൻവൈറ്റ് വന്നില്ല. നോട്ട് യെറ്റ് എലിജിബിളിന്റെ താഴെ തന്നെയാണുള്ളത്. ഏത് സമയത്തും നമുക്ക് ലഭിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത്, നിലവിൽ നമുക്ക് ഫേസ്ബുക്കിൽ ലഭിക്കുന്നത് പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അത് ടെസ്റ്റിംഗ് പീരീഡിലാണുള്ളത്. ചില ക്രിയേറ്റർമാർക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അക്കൗണ്ട് ടൈപ്പ് ആൻഡ് ടൂൾ. ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് നമുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ടൂളുകളാണ് ഗിഫ്റ്റ്, ബ്രാൻഡഡ് കണ്ടന്റ്, പാർട്ട്ണർഷിപ്പ് ആഡ്സ്. അതിന്റെ തൊട്ട് താഴെ നോട്ട് യെറ്റ് എലിജിബിൾ എന്ന് കാണാം. അതിന്റെ താഴെ നമ്മൾക്ക് ലഭിക്കാത്ത ടൂളുകൾ കാണാം. ബാഡ്ജസ്, അതായത് ഏൺ മണി ഫ്രം യുവർ ലൈവ് വീഡിയോയിൽ കൂടി ലഭിക്കുന്ന ബാഡ്ജസ് ആണ്. പിന്നെ അതിന്റെ താഴെയാണ് നമുക്ക് ഇവിടെ ബോണസ്. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ടൂൾ, അതായത് റീൽസിൽ കൂടി വരുമാനം തരുന്ന ടൂൾ. അതായത് നമുക്ക് ഈ ഒരു ടൂൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ വരുന്ന പരസ്യത്തിന് നമുക്ക് ഏണിങ്സ് ലഭിക്കും. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ സബ്സ്ക്രിപ്ഷൻ. ഈ ടൂൾ ഏകദേശം എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ടൂളിന് നിലവിൽ വലിയ ക്രൈറ്റീരിയ ഒന്നും കാണാനും സാധിക്കുന്നില്ല. അതായത് 3 ക്രൈറ്റീരിയ ആണ്. അത് ഓൾറെഡി ഏകദേശം എല്ലാവർക്കും ഉള്ള, പിന്നെ ഫിനിഷ് ആയിട്ട് സക്സസ് ആയി വരുന്ന ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. അതായത് ഫസ്റ്റ് ക്രൈറ്റീരിയ ഇതവിടെ നമുക്ക് മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടു ബി എലിജിബിൾ ഫോർ എ ബോണസ് പ്രോഗ്രാം ഇൻവിറ്റേഷൻ യു മസ്റ്റ് ഹാവ് എ പ്രൊഫഷണൽ അക്കൗണ്ട് ഓൺ ഇൻസ്റ്റഗ്രാം ബിസിനസ് ഓർ ക്രിയേറ്റർ. അത് ഓൾറെഡി എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എല്ലാവരും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൂടുതലും പ്രൊഫഷണൽ അക്കൗണ്ട്, അതായത് നമുക്ക് ക്രിയേറ്ററിന്റെ അക്കൗണ്ടാണ് കൂടുതൽ ആൾക്കാരും ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ അത് ഓൾറെഡി ഓക്കെ തന്നെയാണ്. രണ്ടാമത്തത് നമ്മൾ മീറ്റ് പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി. ഇൻസ്റ്റഗ്രാമിന്റെ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി നമ്മൾ പിന്നെ ഫോളോ ചെയ്യണം. അതായത് അത് ഏകദേശം ഫേസ്ബുക്കിന്റെ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അതായത് നമുക്ക് റോങ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യരുത്, പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യരുത്, അതുപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യരുത്, അതുപോലെ തന്നെ ആക്സിഡന്റ് കേസുകൾ അപ്ലോഡ് ചെയ്യരുത്. അപ്പൊ ഇങ്ങനെയുള്ള പോളിസിയൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. പിന്നെ മൂന്നാമത് ലൈവ് ഇൻ ആൻഡ് എലിജിബിൾ കൺട്രി വെയർ വി ആർ ടെസ്റ്റിംഗ് ബോൺസ്. അതായത് എലിജിബിൾ ആയിട്ടുള്ള കൺട്രിയിലായിരിക്കണം. നിലവിൽ ഇന്ത്യയിൽ എലിജിബിൾ തന്നെയാണ്. ഫേസ്ബുക്കിന്റെ ബോണസ് പ്രോഗ്രാം ഒക്കെ എലിജിബിൾ ആണ്. അപ്പോൾ ഇൻസ്റ്റയുടെയും എലിജിബിൾ ആവാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പക്ഷെ നിലവിൽ ഓൾറെഡി ഒരുപാട് പേർക്ക് ലഭിക്കുന്നുണ്ട് ഏണിങ്സ്. മുമ്പൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുള്ള, അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 23-24 വരെ ഈ പെർഫോമൻസ് ബോണസ് പ്രോഗ്രാമിന്റെ ഏണിങ്സ് കൊടുത്തുകൊണ്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും കൊടുത്തുകൊണ്ടുണ്ട്. അന്ന് ആ ടൈമിന് ടൂള് ലഭിച്ചവർ ഇപ്പോഴും ഏണിങ്സ് വാങ്ങിക്കൊണ്ടുണ്ട്. പക്ഷെ അതിനുശേഷം 23-24 ശേഷം പെർഫോമൻസ് ബോണസ് പ്രോഗ്രാമിന്റെ ഏണിങ്സ്, അതായത് ഇൻസ്റ്റയിൽ നിന്നുള്ള ബോണസ് പ്രോഗ്രാമിന്റെ ഏണിങ്സ് ക്രിയേറ്റർമാർക്ക് കൊടുക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നിർത്തലാണ് വീണ്ടും ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതും ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അറ്റ് ദിസ് ടൈം വി ആർ ടെസ്റ്റിംഗ് ബോണസ് ഓൺ ഇൻസ്റ്റഗ്രാം. ടെസ്റ്റ് ചെയ്യുകയാണ് ഈ ബോണസ് പ്രോഗ്രാം. ബോണസ് ആർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്രിയേറ്റേഴ്സ് ടു ഏൺ മണി ഡയറക്ട്ലി ഫ്രം ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള ഒരു മാർഗമാണ്. Instagram may offer specific bonus program to creators by invitation only for a limited time with availability in different countries. ലിമിറ്റഡ് ടൈം, അത് ഏത് സമയത്തും അത് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ക്ലോസ് ആക്കാനും സാധ്യതയുണ്ട്. അത് ഇൻവിറ്റേഷൻ, നമുക്ക് ഇൻവൈറ്റ്, ഫേസ്ബുക്കിൽ എങ്ങനെയാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇൻവൈറ്റ് ആയിട്ട് ലഭിക്കുന്നത്, അതേപോലെ തന്നെ ആയിരിക്കും ഇൻസ്റ്റഗ്രാമിലും വരാനുള്ള സാധ്യത. പ്ലീസ് നോട്ട് ദർ ഈസ് ആൻ എലമെന്റ് ഓഫ് റാൻഡം സെക്ഷൻ ഡ്യൂ ടു നാച്ചുറൽ ഓഫ് പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ് പീരീഡിലാണ്. വി വിൽ അനൗൺസ് വെൻ വി ആർ റെഡി ടു ഓഫർ പബ്ലിക് എലിജിബിലിറ്റി ഫോർ എ ബോണസ് പ്രോഗ്രാം. അത് അവര് അനൗൺസ് തന്നെ ചെയ്യും. അതായത് ഇപ്പം മൊത്തത്തിൽ എല്ലാവർക്കും കൊടുക്കുന്നത് എപ്പോഴാണ്, അത് തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാം തന്നെ അനൗൺസ് ചെയ്യുന്ന ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ആസ് വി ടെസ്റ്റ് ആൻഡ് ലേൺ വി മേ എൻഡ് ബോണസ് പ്രോഗ്രാം. ഇൻസ്റ്റഗ്രാം തന്നെ അത് എൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതിൽ കാണിക്കുന്നത്. യു വിൽ ബി നോട്ടിഫൈഡ് ഇഫ് ദ ബോണസ് പ്രോഗ്രാം യു ആർ ടെസ്റ്റിംഗ് വിൽ എൻഡ്. അത് നമ്മൾ ബോണസ് പ്രോഗ്രാം എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത് ആ ടൈമിന് നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്ന പറയുന്നത്. യു വിൽ റിമെയിൻ എലിജിബിൾ ടു ടെസ്റ്റ് അതർ ബോണസ് പ്രോഗ്രാം ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അപ്പം ഇത് നിലവിൽ എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയിട്ടില്ല, ടെസ്റ്റിംഗ് പീരീഡിലാന്നുള്ളത്.
അതും ഇൻസ്റ്റഗ്രാം തന്നു കഴിഞ്ഞാൽ അത് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത് അത് ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാം തന്നെ തീരുമാനിക്കും. ചിലപ്പോൾ കണ്ടിന്യൂ ആയിട്ട് തുടർന്ന് പോകും, ചിലപ്പോൾ അത് എൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിപ്പം ഈ ഫേസ്ബുക്കിന്റെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പ്രോഗ്രാം പിന്നെ ടെസ്റ്റിംഗ് പീരീഡിലാണ്, അത് ഫേസ്ബുക്ക് തന്നെ ക്ലോസ് ചെയ്യും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതുവരെ അത് തുടങ്ങിയിട്ട് രണ്ട് വർഷത്തിന്റെ മുകളിലായി, ഇതുവരെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നിലവിൽ നിങ്ങൾക്കും ഇതേപോലെ ഈ ബോണസിന്റെ ടൂള് ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതായത് നമുക്ക് ഓൾറെഡി ലഭിച്ചിട്ടുള്ള ഈ ടൂൾസിന്റെ അണ്ടറിലാണോ ഉള്ളത്, അല്ലെങ്കിൽ നോട്ട് യെറ്റ് എലിജിബിളിന്റെ അടിയിലാണെന്നുള്ളത്, അതായത് ലഭിക്കാത്തത് ഇവരുടെ കൂട്ടത്തിലാണോ ഉള്ളത്, നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അതായത് നമ്മുടെ ക്രിയേറ്റർമാർ അറിഞ്ഞോട്ടെ ഇതൊക്കെ നിലവിൽ ലഭിക്കുന്നുണ്ടോ ഇല്ലെന്ന് ക്രിയേറ്റർമാർ അറിഞ്ഞോട്ടെ. എന്തായാലും ലഭിക്കുന്നവർക്ക് അത് എലിജിബിൾ ആയിട്ട്, അതായത് ടൂൾസിന്റെ അടിയിൽ വന്നിട്ട് ലഭിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിലവിൽ റീൽസിലൂടെ നമുക്ക് ഫേസ്ബുക്കിൽ ലഭിക്കുന്ന രീതിയിൽ തന്നെ ഇൻസ്റ്റയിലും ലഭിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻസ്റ്റഗ്രാം തരുന്നത്, അത് കളയരുത്, നിങ്ങൾ നോക്കുക. ഇനിയും കൺസിസ്റ്റന്റ് ആയിട്ട് ഫേസ്ബുക്കിൽ ഇടുന്ന റീല് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്നുള്ള വീഡിയോ ഡയറക്റ്റ് ഫേസ്ബുക്കിലൂടെ ക്രോസ് പോസ്റ്റിംഗ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആകുമ്പോഴേ രണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്നും ഫ്യൂച്ചറിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏണിങ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.